റെനയുടെയും ആര്യന്റെയും കേസിൽ ഇന്നലെ എന്താണ് നടന്നത് എന്ന് ഒന്ന് ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാം. രാത്രി വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച ആര്യന്റെ ബെഡിൽ നെവിൻ കിടക്കുന്നത് കണ്ടു. നെവിനോട് മാറാൻ പറഞ്ഞിട്ടും നെവിൻ മാറാതെ ആയപ്പോൾ നെവിന്റെ ബെഡിൽ പോയി ആര്യൻ കിടന്നു. ആ സമയം നെവിൻ എണീറ്റ് അനുമോളുടെ ബെഡിലേക്ക് കിടന്നു. ആര്യന്റെ ബെഡ് ഫ്രീ ആയി കിടക്കുന്നത് കണ്ടപ്പോൾ ആര്യൻ പില്ലോയുമായി കിടക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ സമയം റന ഫാത്തിമ ആര്യനെയും കടന്ന് അവന്റെ ബെഡിലേക്ക് ചാടി. ഓൾറെഡി നല്ല ഉറക്കക്ഷീണം ആര്യൻ ഉണ്ടായിരുന്നു. നെവിനും കളിപ്പിച്ചു, റന ഫാത്തിമയും കളിപ്പിച്ചത് കണ്ടപ്പോൾ ആര്യൻ അവളെ എണീപ്പിക്കാൻ വേണ്ടി അവളുടെ മേൽ കിടക്കുന്ന പോലെ കിടന്നു. എന്നാൽ ഒരു കയ്യകലം ഡിസ്റ്റൻസ് തന്നെ അതിനുണ്ടായിരുന്നു. ക്യാമറയുടെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ആര്യൻ അവളെ ഒട്ടും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ കമിഴ്ന്നു കിടന്നിരുന്ന റന ഫാത്തിമ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ആര്യൻ തന്റെ മുകളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ റന ഫാത്തിമ ആകെ പേടിച്ചുപോയി. റന ഈ കാര്യം പോയി ബിന്നിയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടാതെ അനുമോളോടും. ഇത് പുറത്തുപോയാൽ അത് ഒരു സീനാകുമെന്ന് റനയ്ക്ക് തോന്നിക്കാണും. ഇതിനിടയിൽ ബിന്നിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓൾറെഡി നെവിനെ പറഞ്ഞയപ്പിച്ചത് ഞാൻ കണ്ടതായിരുന്നു, പിന്നെ നീ അതിന്റെ ഇടയിലേക്ക് എന്തിനാണ് കിടക്കാൻ പോയത് എന്ന് ചോദിച്ചു. ഈ ഒരു ചോദ്യം വലിയ ഒരു ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് റനയ്ക്ക് തോന്നിക്കാണും. അനുമോളുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, അവൻ എൻ്റെ മുകളിൽ അപ്പുറവും ഇപ്പുറവും കാലിട്ടുകൊണ്ട് കിടക്കാൻ വന്നു, അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്യൻ, ജിസേൽ, റന ഫാത്തിമ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന്. റന ഫാത്തിമ ഒരുപാട് തവണ അവരുടെ കട്ടിലിൽ പോയി കിടക്കുന്നതും അവരുമായി നല്ല രീതിയിൽ ഇടപഴകി ഇരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് റന ഇതേക്കുറിച്ച് സംസാരിക്കാനായി ആര്യന്റെ അടുത്തോട്ടേക്ക് പോയി. ആര്യൻ പറഞ്ഞു, നീ മസ്താനിക്ക് പഠിക്കുകയാണോ, അതോ നീ ലക്ഷ്മിയുടെ ഫ്രണ്ടാണോ? എന്ത് ചീപ്പ് സ്ട്രാറ്റജിയുമായിട്ടാണ് നീ വരുന്നത്? നീ ഇതൊരു ഇഷ്യൂ ആക്കാനാണോ നോക്കുന്നതെന്ന് ആര്യൻ ചോദിച്ചു. കാരണം ആര്യന്റെ മനസ്സിൽ അതുപോലൊരു ദുരുദ്ദേശം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധവും ഫ്രണ്ട്ഷിപ്പും ആര്യൻ അവളെ ഒരു പെങ്ങളെ പോലെ കാണുന്നത് കൊണ്ടും ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. എന്നാൽ റന ഫാത്തിമക്ക് അത് ഔട്ട് പോകുമ്പോൾ ഇത് നെഗറ്റീവായി ബാധിക്കുമെന്ന് തോന്നിക്കാണും. പിന്നീട് ലൈവിൽ റന ഫാത്തിമ പൊട്ടിക്കരയുന്നതായിരുന്നു കണ്ടത്. ആ സമയത്താണ് അറിയാത്ത ഹൗസ്മേറ്റ്സ് കൂടി ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ആര്യൻ, നീ എന്റെ പേഴ്സണൽ ബൗണ്ടറിയിലേക്കാണ് കയറി വന്നത് എന്ന് റന ഫാത്തിമ പറഞ്ഞു. അപ്പോൾ ആര്യനും തിരിച്ചു പറഞ്ഞു, നീയും എന്റെ പേഴ്സണൽ ബൗണ്ടറിയിലേക്കാണ് വന്നത്. കാരണം എന്റെ ബെഡ് എന്റെ പേഴ്സണൽ സ്പേസ് ആണ്, അതിലേക്ക് നീ വന്നത് എന്തിനാണ് എന്ന്. നീ അപ്പോൾ എന്റെ ബെഡിൽ വരുന്നത് എന്തിനാണ്? നിനക്ക് ചിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണോ അത് എന്ന് ആര്യൻ ചോദിച്ചു. ഞാൻ അവളെ ഒന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കിസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവൾക്ക് ഒരു ഗെയിം ഇല്ലാത്തത് കൊണ്ട് അവൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ വെച്ച്. 3 ദിവസം മുന്നേ റന ഫാത്തിമ ആര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പെറ്റി കേസുകളെല്ലാം വിട്ട് ഒരു വലിയൊരു കണ്ടന്റ് തന്നെ കൊടുക്കണമെന്ന്. എന്നാൽ ആര്യൻ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഈ വലിയൊരു കണ്ടന്റിന്റെ ഒരു ഭാഗം ആര്യൻ തന്നെ ആകുമെന്ന്. നെവിനും ബിന്നിയും ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബിന്നി റനയ്ക്ക് സപ്പോർട്ട് ചെയ്തും നെവിൻ ആര്യനെ സപ്പോർട്ട് ചെയ്തും സംസാരിച്ചു. നെവിൻ പറഞ്ഞു, എനിക്കത് കണ്ടിട്ട് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ബിന്നി പറഞ്ഞു, എനിക്കത് തെറ്റായി തോന്നി, നീ അവളുടെ മേൽ പോയി കിടന്നത് ഞാൻ കണ്ടതാണ്, അത് ശരിക്കും ഒരു അൺകംഫർട്ടബിൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഉടനീളം ചർച്ച. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇതാ നെവിനെ കുറിച്ച് അടുത്തൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. BB അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.